നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധി കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തുവരും. മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലമാണ് ഇന്ന് പുറത്തു വരുന്നത്. ശ്വാസകോശത്തിനുള്ളിൽ പൂജാദ്രവ്യമോ ഭസ്മം കുടുങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ന് വ്യക്തമാകും. വ്യാഴാഴ്ചയാണ് പോലീസിൻ്റെയും സബ് കളക്ടറുടെയും സാന്നിധ്യത്തിൽ സമാധി തുറന്ന് മൃതദേഹം പുറത്തെടുത്തത്. നിങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, പ്രാഥമിക നിഗമനത്തിൽ സ്വാഭാവിക മരണമെന്നുള്ളതായിരുന്നു പോലീസ് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ രാസപരിശോധനാ ഫലം, ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിലിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, വ്യക്തമായിട്ടുള്ള രാസപരിശോധന അടങ്ങിയിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിലും പ്രാഥമികമായിട്ടുള്ള പരിശോധനകളിലും അസ്വാഭാവികമായിട്ടുള്ള ഒന്നും മരണകാരണമായി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇനി ഉള്ളിലെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലമാണ് വരേണ്ടത്. അതിൽ പൂജാദ്രവ്യങ്ങളോ അല്ലെങ്കിൽ ഭസ്മമോ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തും. കാരണം മരണശേഷമാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ പൂജാദ്രവ്യവും ഭസ്മം തുടങ്ങിയ സാധനങ്ങളൊന്നും ശ്വാസകോശത്തിലേക്കുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് രാസപരിശോധനാ ഫലങ്ങൾക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്നൊരു വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയത്. ആ സമയത്ത് അസ്വാഭാവികതയൊന്നും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടെന്നും പോലീസ് വിലയിരുത്തുന്നില്ല. പിന്നീട് ഈ രാസപരിശോധനാ ഫലം കൂടി ഉറപ്പിച്ചതിന് ശേഷം വിവാദങ്ങൾ അവസാനിപ്പിക്കാനാണ് പോലീസിൻ്റെ ശ്രമം. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെടുന്നത്. മരണകാരണം സർട്ടിഫൈ ചെയ്തില്ല. ഈ ഗോപൻ സ്വാമിയുടെ സമാധി അല്ലെങ്കിൽ മരണം ബോധ്യപ്പെടുത്തിയില്ല എന്നൊരു പ്രശ്നം മാത്രമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അയൽപക്കക്കാർ നൽകിയ മാൻ മിസ്സിംഗ് കേസ് പരാതിയിലാണ് ആദ്യമായിട്ട് പോലീസ് അന്വേഷണം നടത്തുന്നത്. പിന്നീട് മക്കൾ തന്നെ ഇത്തരത്തിൽ അച്ഛൻ സമാധിയായി അല്ലെങ്കിൽ അച്ഛൻ മരണപ്പെട്ടു എന്ന് അറിയിക്കുകയായിരുന്നു. അത് പോലീസിന് വ്യക്തത കുറവുള്ളത് കൊണ്ടാണ് ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ഈ സംഭവത്തിൽ ഇന്നൊരു അവസാനമായിട്ടൊരു തീർപ്പുണ്ടാകും. ഇന്ന് രാസപരിശോധനാ ഫലം വരും. മെഡിക്കൽ കോളേജിലാണ് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ രാസപരിശോധനാ ഫലം വന്നതിനു ശേഷം അടുത്ത തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും രാസപരിശോധനാ ഫലം കൂടി വന്നാൽ അതുകൂടി സ്വാഭാവികമരണമെന്ന് റിപ്പോർട്ട് ചെയ്താൽ വിവാദങ്ങളൊക്കെ ഇവിടെ കെട്ടടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.